പാട്ട് പാടുവാണോ? എന്ത് പാട്ടാ പാടുന്നത്? ഇങ്ങോട്ട് ഇറങ്ങിക്കേ. മമ്മിക്കേ ഇതിനകത്ത് ഓരോന്നൊക്കെ ചെയ്യട്ടെ. ഇറങ്ങ. ഇങ്ങോട്ട് ഇറങ്ങ. കുറച്ച് തടി കഷ്ണം ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബോർഡറായിട്ടിങ്ങനെ തന്നെ വാങ്ങുന്നതിൻ്റെ ബോർഡർ ആയിട്ട് വെക്കാൻ വേണ്ടി കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കിടന്നതാ കുഞ്ഞേ. ഇപ്പം എന്നെ സഹായിക്കുന്ന ആളാണോ? ഈ പലകട മണ്ടയ്ക്ക് എന്തായാലും ഞാനേ തന്നെ പാകുന്നില്ല. എവിടുന്നേലുമൊക്കെ ഒരു ഷീറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് വരണം. വാ വരുന്നോ? വാ. ഇതേലൊരു ഷീറ്റുണ്ട്. ഇതൊന്ന് എടുക്കാമെന്ന് കരുതി കേട്ടോ. വർഷങ്ങളായിട്ട് എടുക്കാതിരുന്ന സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. കിളിക്കൂട കേട്ടോ, അത് ഞങ്ങളുണ്ടാക്കിയതാണ്. എടുത്ത് മാറ്റട്ടെ. ഇതേ എന്തുവാ? വേറെ ഇല്ല, അത്രേ ഉള്ളൂ. പാമ്പോ വല്ലതും ഉണ്ടോ? അയ്യോ മാറ്. അയ്യോ ഇതിനകത്തൊന്നും കയ്യിലുണ്ടാ. ആ അങ്ങോട്ട് പോയിക്കേ. ഇപ്പോൾ ദിവസം ഒത്തിരി ദിവസമായിപ്പോൾ തുടങ്ങിയിട്ട് നമ്മളിതൊന്നും വെച്ചിട്ടില്ല. ഒന്നും ആയിട്ടില്ല. ഇപ്പം തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഷീറ്റ് വിരിക്കുന്നതിന് മുന്നേ തന്നെ ട്രീ എവിടെയാണ് വെക്കുന്നത് എന്ന് ഞാൻ ആദ്യമേ ഒന്ന് നോക്കുവാണ്. ഏത് സ്ഥലത്ത് ട്രീ വെക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആദ്യമേ കുറച്ച് ബാക്കിലോട്ട് എടുത്ത് വെക്കും. പിന്നെ അവിടെ ഒന്ന് കറക്റ്റല്ല എന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ അവിടുന്ന് മാറ്റും. അങ്ങനെ ഓരോ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നോക്കുവാണ്. അതിൻ്റെ ഇടയിലായിട്ട് ട്രീ വെക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ നോക്കുവാണ്. ഏത് രീതിയിലാണോ നല്ലത്, കാണാൻ ഇച്ചിരി ഭംഗിയുള്ളത്, അങ്ങനെ നോക്കുവാണ്. അപ്പം അവിടെ ഞാൻ വെച്ചിട്ട് അവിടെ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നി. പിന്നെയും ഞാൻ എടുത്ത് മാറ്റി പിന്നെ അവിടെ തന്നെ കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെ കുറേ പ്രാവശ്യം ഇതിനു വേണ്ടി സമയം പോകും. പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നി. പിന്നെയും പുറകിൽ തന്നെ കൊണ്ടുപോയി. അങ്ങനെ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നോക്കി. അങ്ങനെ കുറേ സമയം പോകും. ട്രീയും പുൽക്കൂടും കൂടെ ഒന്നിച്ച് വെച്ച് നോക്കും. അതവിടെ മാച്ചായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പം പെട്ടെന്ന് ആദ്യമേ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിനാണ് എനിക്ക് തോന്നുന്നു സമയം കൂടുതൽ പോകുന്നത്. പിന്നെ തന്നെ വളർന്നു കഴിഞ്ഞ് തന്നെ പായി കഴിഞ്ഞ് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഈ പുൽക്കൂട് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ പുല്ലൊക്കെ ഞാൻ തന്നെ ഇത് സെറ്റ് ചെയ്തതാണ്. ഈ പുൽക്കൂട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തത് തന്നെ വെക്കാനാണ് എനിക്കൊരു ഇഷ്ടം. അതിനാണ് എനിക്കൊരു ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഫീലിങ് ഉണ്ടാകുന്നത് ഇത് കാണുമ്പോഴാണ്. അപ്പോൾ ഇതാകെ പോക്കായി. ഇത് മുകളിൽ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കമ്പിയും ഞാനിങ്ങനെ കമ്പിയൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഇച്ചിരി ഞാൻ ആട്ടമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ഷീറ്റ് വിരിച്ച് നോക്കുകയാണ്. ഷീറ്റ് വിരിച്ചിട്ട് തന്നെ പെട്ടെന്ന് പാകണം. ദിവസം ഇന്ന് 18-ാം തീയതി ആയി കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിരുന്നു. അപ്പം മണ്ണിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് നാളെ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നീട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ഇങ്ങനെ തടികളും മുളയുടെ കമ്പുകളും പിന്നെ അതിന് തെർമോക്കോളുമാണ് അതിന് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് കച്ചി കിട്ടിയായിരുന്നു. അത് വെച്ച് ഞാൻ മേലും ശരിയാക്കി. ഇപ്പം ഞാനിപ്പം എല്ലാം മാറ്റിയിട്ട് കുറച്ച് ഷീറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ വഴി പോകുന്നിടത്ത് ഇങ്ങനെ ഓരോ കമ്പുകൾ വെച്ചിട്ട് തടി കഷ്ണങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം മണ്ണിടുവാണ്. മണലാണ് എനിക്ക് കിട്ടിയത്, പൂജിമണ്ണാണ്. അപ്പം ഈ മണ്ണങ്ങോട്ട് ഇടുക. ഇതിനകത്തോട്ട് തന്നെ പാകിയിട്ട് ഇനി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. അപ്പം എല്ലായിടത്തും ഞാൻ ഈ മണ്ണങ്ങോട്ട് ഇടുകയാണ്. ഒരു പക്ഷേ നിലത്ത് ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നതിൽ ഇത്രയും പണി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ പലകളും ഈ സാധനങ്ങളെല്ലാം എടുത്ത് പൊക്കി വെക്കാനുള്ള ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവാകുന്നത്.
അപ്പോൾ എന്തോത്തിൽ പൊക്കി വെക്കും, അതെവിടെ വെക്കും, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളിലാണ് കൂടുതൽ സമയം ചിലവാകുന്നത്. പിന്നെ ഇതുവരെ ഈ തെന പാകുന്നിടം വരെയാണ് നല്ല പണി, അതായത് സമയം പോകുന്ന പണി. പിന്നെ അങ്ങോട്ട് ഒരു പണിയില്ലാന്ന് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. തെന അങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നുള്ളത് നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സാണ്, ലൈറ്റ് ഇടുക എന്നുള്ളത്. കുറച്ച് സ്ഥലത്ത് ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 2-3 ചെറിയ വീട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, പഴയതിരിപ്പുണ്ട്. അത് നല്ലതാണെങ്കിൽ അത് അവിടോട്ട് എടുത്ത് വെക്കണം, അല്ലെങ്കിൽ 2-3 ഉണ്ടാക്കണം. അത് കൊള്ളില്ലെങ്കിൽ ഇനി ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് നടക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതങ്ങനെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നുമല്ല, വളരെ നാളായിട്ട് അങ്ങനെ ഇരിക്കുന്ന പാത്രങ്ങളാണ്. അപ്പം ഡെയിലി യൂസിനൊന്നും എടുക്കുന്ന പാത്രങ്ങളല്ല. അപ്പം അങ്ങനെ അതുപോലൊരു ചട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയൊക്കെ ആദ്യം തന്നെ പൊട്ടി. ഉപയോഗിച്ച് കഴിഞ്ഞ ആ സമയത്ത് തന്നെ 1-2 തവണ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് അത് പൊട്ടി. അത് പിന്നെ ആ ചട്ടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുപോയി ഇച്ചിരി സ്പേസ് വിടാൻ ആദ്യം ഞാനാണെങ്കിൽ ഇങ്ങനെ കുളം ഉണ്ടാക്കുന്നത് ഈ ചട്ടിക്കകത്ത് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം പിന്നെ ചട്ടിയുടെ ചുവട് ഇച്ചിരി വെള്ളം അങ്ങനെ ഊർന്നു പോകത്തില്ലെങ്കിലും പൊട്ടലുണ്ട്. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ അത് കുറച്ചേറെ വലുതാണ്. അപ്പോൾ പിന്നെ ഞാനത് മാറ്റും കേട്ടോ. ഇപ്പം ഞാൻ ആ ചട്ടിയുടെ ചുവട്ടിലെല്ലാം വേറെ കുറച്ച് മണ്ണ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടെ. അപ്പം ഇത് ഉറച്ചിരിക്കാനും ചട്ടിയുടെ അവിടെയൊക്കെ ഒന്ന് അതിരിക്കുന്ന കുളത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഈ പൂഴിമണൽ ഇടുമ്പം അത് ഉറച്ചവിടെ ഇരിക്കത്തില്ല. അപ്പം ഞാൻ അങ്ങനത്തെ കുറച്ച് മണ്ണ് ഇട്ട്. ഇപ്പം ഞാൻ എൻ്റെ ചെടിക്ക് വേണ്ടി മേടിച്ച് വെച്ചിരുന്ന ചകിരിച്ചോറാണ് ഇടുന്നത്. ചകിരിച്ചോറ് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെയുള്ളതാണ് ഇപ്പോൾ ഇടുന്നത്. അല്ലാതെ ഈ പൂഴിമണ്ണിൽ തന്നെ പൂഴിമണലിൽ തന്നെ ഇതുപോലെ തന്നെ വളരുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും തനിക്കൊന്ന് പിടിച്ച് നിൽക്കാൻ ഇച്ചിരി കട്ടി വേണ്ടേ എന്ന് ഓർത്തിട്ട്, വേര് പിടിച്ച് നിൽക്കാൻ കുറച്ച് കട്ടി വേണ്ടേ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പം ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇടുന്നത്. അപ്പം അല്ലേ തന്നെ 18-ാം തീയതി ആയത് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട്. ഇനി ഇത് വളർന്നില്ലെങ്കിലോ എന്നുള്ള ടെൻഷനിലൊക്കെയാണ് ഈ പണി ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തേന്ന് പറഞ്ഞതാണിത്. ഇതാകുമോ മുളയ്ക്കോ ഇതൊന്നും ഒരു പിടിയുമില്ല. മുളയൊന്നും കാണുന്നില്ല ഇതിനകത്ത്. ഇത് ഇവിടെ ഇരിക്കട്ടെ, പഴയത്. നമുക്ക് പുതിയത് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് പ്രാവശ്യത്തെ തെന. ഞാനെന്തായാലും പാകുക കേട്ടോ, സമയം ഒത്തിരിയായി. പാകുവാണേ, പാകിക്കഴിഞ്ഞ് ഞാൻ കാണിക്കാം. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം നനച്ചിട്ടാണ് ആദ്യമേ ഒന്ന് പാകുന്നത്. ഇത് ഇച്ചിരി വെള്ളം നനയ്ക്കാം. അപ്പം തന്നെ ഇത് പൊട്ടും, മാറി മുന്നിൽ ചെളി പറ്റും, ചിച്ചി പറ്റും. മാറി നിൽക്കും ചിച്ചി. ഇപ്രാവശ്യം എന്തായാലും കുറേ താമസിച്ചു തന്നെ പാകാൻ. അപ്പോൾ ഇത് കിളിർത്ത് വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ, നോക്കാം ഇത് കിളിർക്കോ ഇല്ലയോ എന്ന്. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, നോക്കാം. കുറേ താമസിച്ച് പോയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തെനയെല്ലാം പാകിയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല ഇതെങ്ങനായി വരുമെന്ന്. വരുവാ കറിച്ചട്ടി ഒന്നും ചിന്തിക്കല്ലാതെ. ഈ കുഞ്ഞ് വേട്ടമാകണം, ഇച്ചിരി വലുതായിപ്പോയി. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇപ്പം മാറ്റുവേ. ട്രീ പുൽക്കൂടിൻ്റെ അടുത്ത് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയ പുൽക്കൂടായിരുന്നു. അപ്പം ഇത് ഞാൻ കുറച്ചൊക്കെ അഴിച്ച് വെച്ചു. സൂചിയും കമ്പി കൊണ്ടൊക്കെ കെട്ടിയിട്ടായിരുന്നു ഞാനിതിങ്ങനെ ഉണ്ടാക്കിയത്.
അപ്പം നല്ല മുട്ടുസൂചി നല്ല പശ വെച്ചൊക്കെ ഒട്ടിക്കാമെന്ന് കരുതി ഞാൻ ആ മുട്ടുസൂചിയൊക്കെ ഒന്ന് ഇളക്കി എല്ലാത്തിൻ്റെ മേൽക്കൂരയെല്ലാം ഇളക്കി മാറ്റി കേട്ടോ. എല്ലാം ഇളക്കി മാറ്റിയിട്ട് ഞാൻ നോക്കുവാണ്. അപ്പം കുറേ മുട്ടുസൂചി ഉണ്ടായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫിറ്റ് ചെയ്യാൻ. ഒന്ന് ഫിറ്റ് ചെയ്ത് മേൽക്കൂരയൊക്കെ ഒന്ന് ശരിയാക്കണം. മുളയുടെ ചെറിയ ചെറിയ പീസ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടിയായിരുന്നു, നേരത്തെ കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ മേൽക്കൂര നേരത്തെ സെറ്റ് ചെയ്തത്. ജനലൊക്കെ അങ്ങനെയൊക്കെ ശരിയാക്കി. ഇത് ഇവിടെ ഇരുന്ന ജനലിൻ്റെ ജനലെന്ന് പറഞ്ഞ് ആ ഒരു ഇത് ഇവിടെ ഇരുന്നതാണ്. എന്താണ് പറഞ്ഞത്, വോൾ ഡെക്കറായിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. അത് ഞാൻ ജനലാക്കി. പിന്നെ ഒരു വശത്തെ ജനൽ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ മൂള് വശം ചെറിയൊരു വളവുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി ഒന്നുകൂടെ ഇച്ചിരി പൊക്കം, മുകളിലോട്ടുള്ള പൊക്കം കുറയ്ക്കണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പം സമയം തികയുമോ അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ 20 ഡേറ്റ്. അപ്പോൾ ഇതൊന്നും ഞാൻ ശരിയാക്കിയില്ല. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരത്തെ എല്ലാം ശരിയാക്കിയായിരുന്നു. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അനക്കവും ആട്ടമൊക്കെ ഉള്ളത് കാരണമാണ് ഞാനിപ്പോൾ ഇതെല്ലാം അഴിച്ച് ഒന്നുകൂടെ ഫിറ്റ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പം കുറച്ച് കമ്പ് കിട്ടി. മുള്ളു കെട്ടുകമ്പിയൊക്കെ നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഈ കമ്പൊക്കെ ഞാൻ ലെവലിന് മുറിച്ച് നോക്കാൻ സമയമുണ്ടെങ്കിൽ നടക്കും. അപ്പോൾ ഇതാണ് തിനയുടെ അവസ്ഥ കേട്ടോ. ചെറുതായിട്ട് ചിലതൊക്കെ ഇങ്ങനെ പൊടിച്ച് വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാം ഒന്നും വളർന്നിട്ടില്ല. തിന എല്ലാം ഒന്നും വളർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആകെ വിഷമത്തിലാണ്. ഇന്ന് 20 ഡേറ്റ്. 18-ാം തീയതി ഉച്ചയാകാറായപ്പോഴാണ് എനിക്കിത് ഇടാൻ പറ്റിയത്, തിന ഇട്ട് കൊടുക്കാൻ പറ്റിയത്. അപ്പം ബാക്കിയൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഇന്നിപ്പം 20-ാം തീയതി ഉച്ച സമയമായിട്ടുണ്ട്. ഉണ്ടോ, ഒന്നും ആയിട്ട് പോലുമില്ല, മുളച്ചിട്ട് പോലുമില്ല. നോക്കാവേ എങ്ങനെ ആയി തീരുമോ എന്തോ.